ഫാദർ ടോം ഓലിക്കാരോട്ട്, അദ്ദേഹം സിറോ മലബാർ സഭയുടെ PRO കൂടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫാദർ, വളരെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കുടുംബത്തിൻ്റെ, സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. എന്താണ് സിറോ മലബാർ സഭയുടെ ഒരു നിലപാട്? ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ തങ്ങളുടെ ഈ ആശങ്കകൾ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഉചിതമായ ഇടപെടലുകൾ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു വിശദീകരണം ചോദിച്ചതിന് വളരെ നന്ദി. സിറോ മലബാർ സഭ മാത്രമല്ല, ഭാരതസഭ ഒന്നാകെ, പ്രത്യേകിച്ച് CBCI അതിന്റെ അധ്യക്ഷനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, അതുപോലെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അതുപോലെ മറ്റ് സഭകളെല്ലാം, ക്രൈസ്തവ സഭകളെല്ലാം ഈ ഒരു വിഷയത്തിൽ തികഞ്ഞ ഒരു ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചില മിഥ്യാധാരണകൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ പൊതുബോധത്തെ ബാധിക്കുകയും ക്രൈസ്തവ മിഷണറിമാർ അവരുടെ നിർബന്ധിതമായ മതപരിവർത്തനത്തിന്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, മനുഷ്യക്കടത്ത് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു മിഥ്യാധാരണ ചില സംഘടനകൾ, ഗൂഢലക്ഷ്യമുള്ള ചില സംഘടനകൾ നമ്മുടെ പൊതുബോധത്തിലേക്ക് കടത്തിവിടുകയും സാധാരണക്കാരായ ആളുകളെ പ്രകോപിതരാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് ഈ ഒരു വിഷയത്തെ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് സിറോ മലബാർ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. വർദ്ധിച്ചു വരുന്ന ഈ ആൾക്കൂട്ട വിചാരണകളെ, പ്രത്യേകിച്ച് നമ്മൾ മാധ്യമങ്ങളൊക്കെയും പുറത്തു കൊണ്ടുവന്ന ചില ദൃശ്യങ്ങളുണ്ടല്ലോ, 2 സിസ്റ്റേഴ്സിനെ, സ്ത്രീകളുടെ മഹത്വത്തെ ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഈ ഒരു സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം, അന്തസ്, പരിഗണന, ഇതൊന്നും പലയിടങ്ങളിൽ എത്തിക്കാതെ പല സംഭവങ്ങളിൽ ക്രൈസ്തവ സന്യാസിനിമാർ ആക്ഷേപിക്കപ്പെടുന്നു, ആൾക്കൂട്ട വിചാരണയ്ക്ക് അവർ വിധേയരാക്കപ്പെടുന്നു, ആക്രോശങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായിട്ട് അവർ നിൽക്കേണ്ടി വരുന്നു. ഇത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ വിഷ്ണുദിയോ സായ്, അദ്ദേഹം മെയിൽ ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, കുറച്ചുപേരെങ്കിലും ആളുകളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു, അത് പ്രത്യേകിച്ചും ദരിദ്രാവസ്ഥയിലുള്ള ആളുകളെ പല രീതിയിൽ അവരെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുന്നു, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് ഈ സംഭവം, അല്ലെങ്കിൽ മതപരിവർത്തനത്തിനെതിരായ നടപടികളിലേക്ക് പോയത്. അപ്പോൾ ഏതെങ്കിലും നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നടപടികൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ നിലവിലെ സാഹചര്യം ഒക്കെ മുൻനിർത്തി രാഷ്ട്രീയമായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒരു സങ്കീർണമാകുന്ന സ്ഥിതിയാണോ ഉണ്ടാവുക? ഇതൊരു രാഷ്ട്രീയ വിലപേശലിന്റെ വിഷയമാക്കി മാറ്റണമെന്ന് സഭയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അനീതിക്ക്, സിസ്റ്റേഴ്സിനുണ്ടായിട്ടുള്ള ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഗൗരവമായി പറയേണ്ട കാര്യമാണ്, നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു നുണയാണ് ഈ മതപരിവർത്തനം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 2.3% ക്രൈസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സെൻസസ് പറയുന്നത് അതിലും താഴെയാണ് ഈ ക്രൈസ്തവരുടെ സംഖ്യ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മതം മാറ്റുന്ന ആളുകളെ, എവിടെയാണ് ആ വർധന ഉണ്ടായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ശോഷണമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്, നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്തിരി കൂടെ അന്വേഷിക്കാൻ എളുപ്പമാണ്. ആ പേരൊരു മെറ്റഫറാണ്, ഗ്രീൻ ഗാർഡൻ എന്ന് പറയുന്നത്. ചേർത്തലയ്ക്ക് അടുത്തുള്ള ഒരു ഡംപിംഗ് ഗ്രൗണ്ട്, കുഷ്ഠരോഗികളെ കൊണ്ടുപോയി ഡംപ് ചെയ്തിരുന്ന സ്ഥലം, നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ, ശുശ്രൂഷയിലൂടെ ഈ സിസ്റ്റേഴ്സ് കടന്നു ചെന്ന് 1949 മുതൽ അവരവിടെ സമർപ്പിത സേവനം ചെയ്യുകയാണ് കുഷ്ഠരോഗികളുടെ ഉന്നമനത്തിന് വേണ്ടി. അങ്ങനെ ആ ഡംപിംഗ് ഗ്രൗണ്ടിനെ അവർ മനോഹരമായി റീഫർബിഷ് ചെയ്തെടുത്തതിന് കിട്ടിയ ഒരു മെറ്റഫറാണ് ഈ ഗ്രീൻ ഗാർഡൻ എന്നുള്ള പേര് അവരുടേത്. അപ്പോൾ അസീസിലെ ഫ്രാൻസിസിന്റെ ചൈതന്യത്തിൽ നയിക്കുന്ന നിസ്വാർത്ഥമായ സ്നേഹവും സേവനവുമാണ് അവരുടെ മുഖമുദ്ര. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ സന്യാസിനിമാർ, വൈദികർ, അവരെന്താണ് ചെയ്യുന്നത്? മനുഷ്യോചിതമായി ജീവിക്കാൻ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ പഠിപ്പിക്കുകയാണ്, വിദ്യാലയങ്ങൾ ഉണ്ടാക്കി. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ